5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അത്ര കുഴപ്പമാണോ? അവർ വർഗീയ പാർട്ടിയാണോ? എന്താണ് പൊതു പാർട്ടികളുടെ നിലപാട്? ഇതിൽ വളരെ വൈവിധ്യവും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ വല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇതേ മുഖ്യമന്ത്രി മനസ്സിലാക്കുക, നേരത്തെ വിജയരാഘവന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ, CPMന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ ചർച്ച നടന്നിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ നേതാവ് തന്നെ വന്ന് പറയുന്നു ആലപ്പുഴയിൽ ചർച്ച നടന്നതായി പറയുന്നു. ആലപ്പുഴയിലെ പല പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടിയുമായി ഒന്നിച്ച് സഖ്യമുണ്ട്. കേരളത്തിൽ പല പഞ്ചായത്തുകളിലും LDFന്റെ വെൽഫെയർ പാർട്ടിയുടെ ആളിനെ പ്രസിഡന്റ് ആക്കുന്നതിന് CPM സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തും പുറത്തും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും CPM ജമാഅത്ത് ഇസ്ലാമിയുമായി വേദി പങ്കുവച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവരെ തള്ളിപ്പറയുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിലും കാലാകാലങ്ങളായി വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്ത് പാർട്ടി ഇസ്ലാമിയുമായിട്ടൊക്കെ വലിയ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PDPയുമായിട്ടുമൊക്കെ ഇവരെല്ലാവരും ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. SDPയുടെ സഹായത്തോടു കൂടിയാണ് പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് രാജ് തിരഞ്ഞെടുപ്പിന് മൈക്രോ ലെവലിലാണ് വോട്ട് വരുന്നത്. കാരണം ഒരു വാർഡൊക്കെയാണ്, അവിടെ ഇപ്പോൾ 5 വോട്ടോ 10 വോട്ടോ 20 വോട്ടോ ഒക്കെ മറിഞ്ഞാൽ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ മറിക്കാൻ പറ്റും. അവിടെ SDPയുടെ സ്വാധീനം എടുത്തുകൊണ്ട് SDPയുടെ സഹായത്താൽ മെമ്പറായ CPMന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ സഹായം എടുത്തിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും എടുത്തിട്ടുണ്ട്. വളരെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ BJP പോലും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായം എടുത്തിട്ടുണ്ട്. അങ്ങനെ യാതൊരു തത്വദീക്ഷയുമില്ലാത്ത, ഒരു തത്വാധിഷ്ഠിതമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുകയും നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ കൊള്ളാം, നമ്മളിൽ നിന്ന് മാറുമ്പോൾ അശ്ലീലം, നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ മതേതരവാദി, നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മതവാദി, ഭീകരവാദി, ഇതൊരു കേരളത്തിനൊരു വലിയ അസുഖമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ്, മതേതര മുസ്ലിം ലീഗ് UDF നിൽക്കുമ്പോൾ അത് ന്യൂനപക്ഷ വർഗീയ പാർട്ടി, ഇങ്ങനെ അതിൽ തന്നെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ടുവന്ന് നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അവർ വീണ്ടും മതേതരമാണ്. അത് അപ്പുറത്ത് നിൽക്കുന്നവർ ഭൂരിപക്ഷത്തിന്റെ കൂടെ ഭൂരിപക്ഷമായി നിൽക്കുന്നവർ കുഴപ്പമാണ്, അവർ എന്താണ്, തീവ്രവാദികളാണ് അല്ലെങ്കിൽ മതവാദികളാണ്. ഇങ്ങനെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയിട്ട് കളിച്ച് കഴിഞ്ഞ് 50-60 EMSന്റെ കാലം മുതൽ ഈ ഒരു അസുഖം നമുക്കുണ്ട്. EMSും ഇങ്ങനെയൊക്കെയാണ്. ഒരു പ്രാവശ്യം ന്യൂനപക്ഷത്തെ പൊക്കിപ്പറയും, ഉടൻ തന്നെ ഭൂരിപക്ഷത്തെയും പൊക്കിപ്പറയും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭൂരിപക്ഷത്തെ താഴ്ത്തി പറയും, ന്യൂനപക്ഷത്തെ പൊക്കിപ്പറയും. SNDP തള്ളിപ്പറയും, പിന്നെ മുസ്ലിം ലീഗിനെ പൊക്കിപ്പറയും. കുറച്ച് കഴിയുമ്പോൾ മുസ്ലിം ലീഗിനെ തള്ളിപ്പറയും, EMS ഇതിനെ പൊക്കിപ്പറയും. ഇങ്ങനെ ഓരോ ശരീഅത്തിനെ കുറിച്ച് പറയും, ഇപ്പുറത്ത് വേറെ കാര്യങ്ങൾ പറയും. ഓരോ കാലഘട്ടത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന 10-25% വരുന്ന കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തമ്മിൽ പിന്തിരിപ്പിക്കാൻ, അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനും അതിൽ നിന്ന് കുറെ വോട്ട് അടർത്തിയെടുക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ എല്ലാ പാർട്ടികളും, ഭരിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയും എല്ലാവരും അതിനകത്ത് ആവശ്യത്തിന് വെള്ളം കോരുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വളരെ ഗൗരവമായി അതിരൂക്ഷമായ വിമർശനവുമായിട്ടാണ് മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. ഈ കുറ്റം പറയാൻ നമുക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? ഏത് പാർട്ടിക്കാണ് കേരളത്തിലെ വർഗീയ പാർട്ടികളിൽ നിന്ന് മുദ്ര കുത്തി വെച്ചിരിക്കുന്ന വെൽഫെയർ പാർട്ടിയെയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെയോ അവരുടെ രാഷ്ട്രീയ കക്ഷിയെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ SDPയെയോ അല്ലെങ്കിൽ PDPയോ ഏത് പാർട്ടി ആയിക്കോട്ടെ, INL അടക്കമുള്ള വേറെ മുസ്ലിം ലീഗ് പാർട്ടികളുണ്ട്. ആരായാലും ചെറുതായാലും വലുതായാലും അവരെ ഒക്കെ കുറ്റം പറയാൻ ഏത് പാർട്ടിക്കാണ് ഇന്ന് അവകാശമുള്ളത്? ആർക്കും അവകാശമില്ല എന്ന് മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞും എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരും തമ്മിൽ വലിയ സഖ്യം ഉണ്ടായിരുന്നൊരു നാടാണിത്. ഇത് മലയാളിക്ക് ഓർമ്മയുണ്ട്, മറവിയില്ല. ചിലപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർ ധരിക്കുന്നത് മറവി ഉണ്ടെന്നാണ്. അപ്പൊക്കാഴുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നവൻ, കൂടെ നിൽക്കുന്നവർ നല്ലതെന്നും മാറി നിൽക്കുന്നവരെ തെറി പറയുന്ന വേറൊരു സംസ്കാരം നമുക്കുണ്ട്. ഒരു കാരണവശാലും അത് ശരിയല്ല. അവർ മാറി നിന്നാലും കൂടെ നിന്നാലും തത്വാധിഷ്ഠ നിലപാട് ഒന്ന് തന്നെ ആയിരിക്കണം. ന്യൂനപക്ഷ വർഗീയത ഉണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് പറയാൻ പറ്റണം, ഭൂരിപക്ഷ വർഗീയത ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റണം. അകത്ത് നിർത്തേണ്ടതാണെങ്കിൽ അകത്ത് നിർത്തണം, എല്ലാ കാലവും അകത്ത് നിർത്തണം. അല്ലാതെ ഇന്നലെ വരെ അവർ കുഴപ്പമായിരുന്നു, ഇന്ന് നമ്മളോടൊപ്പം വന്നപ്പോൾ അവരയ്യോ നല്ല കുട്ടികളാണ്, നല്ല ആളുകളാണ്, നാളെ നമ്മളിൽ നിന്ന് പോകുമ്പോൾ അവർ അയ്യോ വളരെ കുഴപ്പമാണ്, നിന്നപ്പോൾ മതേതരത്വം, പോയപ്പോൾ വർഗീയവാദി. എന്തൊരു നാടാണിത്! വളരെ വിചിത്രമായ വാദങ്ങളുള്ള, രാഷ്ട്രീയമായ അശ്ലീലങ്ങൾ ഒരുപാട് കാണേണ്ടി വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ജനാധിപത്യത്തിൽ വോട്ട് പ്രധാനം തന്നെയാണ്. പക്ഷെ വോട്ടിന് വേണ്ടി തത്വങ്ങളെ, ആശയങ്ങളെ പണയം വയ്ക്കുകയും ചില സമയത്ത് അതിനെ വ്യഭിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ അശ്ലീല പദങ്ങളൊന്നും പറഞ്ഞതായി കരുതരുത്. ഞാനൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാനുള്ളതല്ല, ഇത് വളരെ ഗൗരവമായി നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളതാണ്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആർക്കും കയറി മേയാനും വളരെ ഒരു തത്വമില്ലാതെ കൊണ്ടുപോകാനുമുള്ളതല്ല. തീർച്ചയായിട്ടും
അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പണ്ടൊരു മഹാൻ പറഞ്ഞത്, രാഷ്ട്രീയമെന്ന് പറയുന്നത് തെമ്മാടികളുടെ അവസാനത്തെ ആശ്രയമാണെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്. രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രീയം വേണമെന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായും നമുക്ക് തത്വാധിഷ്ഠിതമായ നിലപാടില്ലെങ്കിൽ ജനങ്ങളിൽ കുത്തിത്തിരിപ്പും പിന്തിരിപ്പും വർഗീയ ചിന്തയും ഭീകര ചിന്തയും വരും. അങ്ങനെ ജനങ്ങൾ ചിന്തിച്ചതിന് ശേഷം അവരെന്തിനങ്ങനെ ചിന്തിക്കുന്നു എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് ഏത് പ്രസ്ഥാനമായാലും, CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും CPI ആയാലും വളരെ തത്വാധിഷ്ഠമായ നിലപാടെടുത്തുകൊണ്ട് വർഗീയ പാർട്ടികളോടുള്ള നിലപാട് കൃത്യമായി പറയണം. 4 വോട്ടില്ലെങ്കിലും നമുക്ക് വേണ്ടത് രാഷ്ട്രമാണ്, രാജ്യമാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായാൽ നന്ന്. അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ കൂടെ നിൽക്കുമ്പോൾ കൊള്ളാം, മാറി നിൽക്കുമ്പോൾ കൊള്ളില്ല എന്ന് പറയുന്ന വല്ലാത്തൊരു സമീപനമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരിക്കലും അത് പുറക്കാവുന്നതല്ല, അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. എല്ലാവരും ഈ തെറ്റ് തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.